ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ടൊരു ഗുലാബ് ജാമുൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ റവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് വറുത്ത റവയാണ് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ വറുത്ത റവ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം റവ ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ നന്നായിട്ട് ഈ നെയ്യിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കളറൊന്നും മാറണമെന്നില്ല, എല്ലാ ഭാഗവും നന്നായി ചൂടായി കിട്ടിയാലും മതി. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. എന്നാലേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. വറുത്ത് വെച്ച റവ നമ്മൾ വേഗം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് പഞ്ചസാര ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതേ അളവ് തന്നെ വെള്ളം ഒഴിക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം, രണ്ടും ഈക്വൽ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കണം. ഇത് ഒരു നൂൽപ്പരിവോ തിക്നെസ്സോ ഒന്നും ആവണ്ട, നമുക്കൊന്ന് ജസ്റ്റ് കുറുകി കിട്ടിയാൽ മാത്രം മതി. പാനി തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ സോക്കാവൂല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഈ ഒരു പരിവായ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എൻ്റെ നെയ്യ് കുറച്ച് തിക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ. സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ കുറച്ച് താമസമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം പാലെടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു റിച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കാം. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റവ ചേർക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തി മാവിൻ്റെ പോലെ ആയി വരണം. പാത്രത്തിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് വരണം. അപ്പോഴേ റവ നന്നായിട്ട് കുക്കാവുള്ളൂ. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ റവ വെന്ത് കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം.
ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് ചെറിയൊരു ചൂടിൽ വേണം കേട്ടോ ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് പറ്റ ഡ്രൈ ആയി പോവും. അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ, ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുഴച്ച് ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ബോൾസ് ആക്കി എടുക്കുമ്പോൾ ക്രാക്ക് ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പം ഞാനെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ബോൾസുകൾ ഇട്ട് കൊടുക്കാം. ബോൾസിൻ്റെ എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഗുലാബ് ജാമിൻ ആ ഒരു നല്ലൊരു കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പാനിലേക്ക് ഒരു 6-7 ബോൾസ് ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോൾസൊക്കെ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാട്ടും നമുക്ക് വേണ്ടത്. ഇതിലേറെ കുറച്ചും കൂടി ബ്രൗൺ കളർ ആവണം. അതുവരെ നമുക്കൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബോൾസൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഇത് സോക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിത് കഴിക്കാം. നമ്മുടെ ഈ ഗുലാബ് ജാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.